إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم شيخنا حبيب العجمي رضي الله عنه، سيدنا الحسن البصري رضي الله عنه، ويس القرني رضي الله تعالى عنه، أستاذ الأساتذة وشيخنا أستاذنا السيد النبي كن أستاذ رضي الله عنهم، سيدنا محمد الدارمي القادري رضي الله عنه. الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഹബീബുൽ അജമി പറഞ്ഞോണ്ടില്ല. അജമീന്ന് പേര് പറയാനുള്ള കാര്യം ഉപരി പിന്നെ പറയും, ഞാൻ തന്നെ വരും. അങ്ങനെ മഹാനായ ഹസൻ ബസ്രി തങ്ങടുത്തുനിന്ന് ഒരു പോക്ക് പോയതാണ്. ഇറങ്ങി പോകുന്ന വഴിയിലൊരു കടക്കാരൻ കണ്ടപ്പോൾ കയറി ഓടിക്കിടക്കും. അപ്പോൾ പറഞ്ഞു, ഓടല്ലടാ, ഞാൻ നിനക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി ഞാൻ അവിടെ നിന്നണക്ക് പറഞ്ഞു. മനസ്സിലായി? അങ്ങനെ മൂപ്പര് പറഞ്ഞു, വല്യവുമ അന അഹ്റബു മിങ്ക, ഞാൻ നിന്നെ തൊട്ട് ഓടിപ്പോകാൻ പോവാൻ, നീ ഇന്ന് ഓടല്ലേ. അങ്ങനെ വീട്ടിലേക്ക് വന്നു, വീട്ടിലേക്ക് വന്നു. മഹാനവറുകൾ വരുന്ന വഴിയിൽ ഫൽതഖ, മൂപ്പരെ കണ്ട്. പിന്നൊരു ഇബാറത്ത് അവിടെ എന്താന്ന് കിട്ടുന്നില്ല. അൽ മഅഖൂദീന, മൂപ്പരുടെ പഴയ കൂട്ടുകാരെല്ലാം കണ്ട് എന്നായിരിക്കണം അത്. വഹും അവർ അലാമാക്കാനും മിനൽ ലഅബി വല്ലഹവി, ഒരു കളിയിലും തമാശയിലൊക്കെ ആയിരിക്കുകയാണ് കാണുന്നത്. അങ്ങനെ ഈ ഹസൻ ബസ്രി തങ്ങടുക്കൽ പോയതും തൗബ ചെയ്തതൊക്കെ ഇവരൊക്കെ അറിഞ്ഞു. ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഇവരെല്ലാം എന്ത് ചെയ്തു, മൂപ്പരെ പറ്റി അറിഞ്ഞു. മാഷാഅല്ലാഹ്. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, അപ്പൊ ഇവരെല്ലാം പറഞ്ഞിട്ടാ വരുന്നറോ, നമ്മളെ സൂഫി മനുഷ്യൻ വരുന്നറോന്ന്. ഫലമ്മ ഹസൂബി, മൂപ്പരെ സംബന്ധിച്ചുകൊണ്ട് അറിഞ്ഞപ്പോ ഖാലു, അവർ പറഞ്ഞു, തർജിഖു ലിഹബീബി തായിബ് ലിയഅബർ വലാ യസ്ലു ഇലൈഹി മിന്നാ ആദൻ ഫനസീറു ഇസാത്തൻ ലില്ലാഹി തആല. വഴിമാറിക്കോട്, തൗബ ചെയ്ത ആള് താൻ വരുന്നതാണ്, അയാളങ്ങ് പോട്ടെ, നമ്മളിൽ നിന്നൊരു വിഷമം അയാൾക്കുണ്ടാവല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിന് പാവം ചെയ്തോലോ. ഇത് കേട്ടപ്പം കാല ഹബീബ്, മഹാനായ ഹബീബുൽ അജമി തങ്ങൾ പറയുകയാണ്, പഠിച്ചവനെ, ഞാൻ തൗബ ചെയ്തിട്ട് ഒരു സെക്കൻഡേ ആയുള്ളൂ, അപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ സ്ഥാനം വന്നു. ഇലാഹി വ സയ്യിദി വ മൗലായ സ്വാലഹ്തു മഅക യൗമൻ, പഠിച്ചവനെ, നീയുമായിക്കൊണ്ട് ഒരൊറ്റ ദിവസം ഞാൻ നല്ലതായുള്ളൂ എന്നല്ല, ബൽ ലഹ്മത്തിൻ, ഒരു സെക്കൻഡ്, തദിഖുലി തബൂലൽ ഖബൂലി ഫിൽ ഖുലൂബ്, പഠിച്ചവനെ, നീ എന്നെ സംബന്ധിച്ചുകൊണ്ട് വിളംബരം നടത്തിക്കളഞ്ഞല്ലോ ഹൃദയങ്ങളിൽ, ജനഹൃദയങ്ങളിൽ. ഉദ്കറു ബിൽ ഖൈർ, എന്നെ കൊണ്ട് നന്മ പറയപ്പെടുന്നവരായല്ലോ. അപ്പൊ ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ പോയാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? فكيف إن أبقى على هذا الحال واستمر. അങ്ങനെ മഹാനവറുകൾ തുമ്മാമറ മുനാദിയൻ യുനാദി, പിന്നെ വീട്ടുപാട്ട് വിളിക്കാൻ ഏൽപ്പിച്ചു, അനൗൺസ്മെന്റ് ചെയ്യാൻ, പരസ്യം ചെയ്യാൻ. എന്താണ് പരസ്യം? അലാ മൻ ലഹു അലാ ഹബീബിൻ ഹഖ്ഖുൻ ഫൽയഹ്ദുർ വയഖുദ് മിൻഹു. ഹബീബുൽ അജമി എന്ന് പറയുന്ന ഇയാൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവർ വരട്ടെ, അന്ന് വാങ്ങിക്കൊണ്ടു പോകട്ടെ. മാന ഹസൻ ബസ്രി തങ്ങടുത്ത് ഒരു സെക്കൻഡ് ഇരുന്നപ്പോഴത്തേക്ക് എന്തായിപ്പോയി. മാഷാഅല്ലാഹ്. അങ്ങനെ നോക്കുമ്പോ എല്ലാരും വരുന്നു, ആൾക്കാരൊക്കെ വരികയാണ്. ഫഹദറ ഖൽഖുൻ കസീറുൻ മിമ്മൻ അമലഹും ബിരിബ, പലിശ കൊണ്ട് ഇടപാട് നടത്തിയ എല്ലാവരും വന്നു. കാരണം ഒരുപാട് പൈസ മേടിച്ചോണ്ടല്ലോ മൂപ്പർ. അങ്ങനെ വാഖദു മിൻഹു, അവരെല്ലാവരും വന്ന് പിടിച്ചോണ്ട് പോയി. ഹുഖൂഖും, അവരുടെ ഹക്കുകളൊക്കെ പിടിച്ചോണ്ട്. ഫലം യബ്ഖ ശൈഉൻ അസ്ല, പിന്നെ ഒന്നുമില്ല കയ്യിൽ. ഫജാഅ ആഖിർ, വേറൊരാൾ വന്നിട്ട് വദ്ദഅ അലൈഹി ശൈഅൻ, വീണ്ടും എന്തൊക്കെ വായിച്ചു. അപ്പൊ ഫഅതാഹു, അപ്പം അയാൾക്ക് കൊടുത്തു മിൽഹഫത്തൻ ഇംറഅത്തി, പെണ്ണുങ്ങളെ വധപ്പെടുത്തു കൊടുത്തു, വേറെ ഒന്നും കൊടുക്കാനില്ല.
ആഖിർ വേറൊരാൾ വന്നപ്പം മൂപ്പര് മൂപ്പരുടെ ഖമീസ് ഊരി കൊടുത്തു. വാഴ്ത്താവും അതിനെ ഊരുകയും കൊടുക്കുകയും ചെയ്തു. ബഖിയ ഉരിയാനും തുണിയില്ലാതായി. പിന്നെ അങ്ങനെ മഹാനവറുകൾ തൗബ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഫദഹബ സാഹിലിൽ ഫുറാത്ത്, ഫുറാത്തിന്റെ യൂഫ്രട്ടീസ് നദിയുടെ കരയിലേക്ക് പോവുക. വബന സൗമിഅത്തൻ ഹുനാക്, അവിടെ ഒരു പാറശാല, ഒരു കൂടാരം ഉണ്ടാക്കി അവിടെ കുത്തിയിരുന്നു. വസ്തഗല ബിൽ ഇബാദത്തി ലൈലൻ വനഹാറ, രാവ് പകലിൽ ഇബാദത്തിൽ ജോലിയായി വ്യാപൃതനായി. വകാന യതീൽ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിലേക്ക് വല്ലപ്പോഴും ചെല്ലും. ഫി ബഅദിൽ അവഖാത്ത്, ചില സമയങ്ങളിൽ. ഫയതഅല്ലമു മിൻഹുൽ ഖുർആൻ, അവരിൽ നിന്നും ഖുർആൻ പഠിക്കും. വകാന ബലീദൻ, മൂപ്പർക്കൊന്നും അറിയാമയത്താളായിരുന്നു. പഠിച്ചിട്ട് വലിദ സുമ്മിയ ബിൽ അജമി, അങ്ങനെയാണ് ഹബീബുൽ അജമി എന്ന് പേരിട്ട്. ഒന്നും അറിയാമയത്താണ്. അങ്ങനെ കുറെ സമാൻ അങ്ങനെ പോയി. ഫലമ്മ ഖദഅ അലൈഹി സമാനുൻ മിനദ് ദഹർ, കുറെ കാലം അങ്ങനെ പോയപ്പോൾ സാറ ഫഖീറ, മൂപ്പർ ആകെ ദരിദ്രനായി. ഫി ഗായത്തിൽ ഫഖരി വൽ ഫാഖ, പരമദരിദ്രനായി. വമ്രാത്തുഹു കാനത്ത് തത്ലുബുൻ നഫഖത, പെണ്ണുങ്ങളെടുത്തപ്പോൾ ഇതെല്ലാം ഉണ്ടോ? പെണ്ണുങ്ങൾ ചെലവ് ചോദിക്കുക, അങ്ങോട്ട് അടിക്കുകയും പോലെ ചെലവ്. വൽത്തറബത്ത് അഹ്വാലുഹും, പോലെ അവസ്ഥ ആകപ്പാടങ്ങോട്ട് വിഷമായി. വങ്കത്തഅത്ത് അനിദ്ദുന്യ ആമാലു, പിന്നെ ദുനിയാവിലെ ചിന്തയെല്ലാം കൽബിന് അടുത്ത് കളഞ്ഞു. ഫഖറജ മിൻ ബൈത്തി, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങും. മുത്തവജ്ജിഹൻ ഇലാ സൗമിഅത്തിഹി, മൂപ്പര പാറശാലയിലേക്ക്, മൂപ്പര കൂടാരത്തിലേക്ക് മൂപ്പര് പോകും. ഫസ്തഗല ബിൽ ഇബാദ, അവിടെ ഇബാദത്ത് കൊണ്ട് അവിടെ ജോലിയാകും മൂപ്പരവർക്ക്. അങ്ങനെ ഇബാദത്തിലും കാര്യത്തിലുമാണ് അവരുള്ളത്. ദർശനാണ്. അങ്ങനെ എന്ത് ചെയ്തു? പൈസ അന്വേഷിക്കുക അല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നും പോകും. പെണ്ണുങ്ങൾ വഴക്കുണ്ടാക്കി, നിങ്ങളുടെ എവിടെ പോകുന്നത്? ഇവിടെ ജനങ്ങളൊന്നുമില്ലാതെ എന്തു ഇബാദത്ത്. വസ്തഗല ബിൽ ഇബാദ, അവിടെ പോയി മൂപ്പര് കുത്തിയിരിക്കും. മുപ്പത്തിയേറെ അറിയില്ല അവിടെ പോകുന്നൊന്നും. ഇതിനല്ല ഇനി രാത്രി വരെ, രാത്രിയാവും വീട്ടിലേക്ക് വരും. ഇപ്പൊ കാലത്തിൽ മറുത്ത് പെണ്ണുങ്ങൾ വെച്ച് അതിനെ കൊണ്ട് ഇത് എവിടെ പോകുന്നത് നിങ്ങൾ? അപ്പൊ അയ്യ ചെയ്യും ഇഷ്ടങ്ങൾക്ക് എന്തുകൊണ്ട് ജോലിയാവുന്നത്? പെണ്ണുങ്ങൾക്ക് ഇതെല്ലാം തിരിയില്ലല്ലോ. പെണ്ണുങ്ങൾക്ക് ആപ്പാട് ചെലവ് കിട്ടണം, പൈസ കിട്ടണം. പെണ്ണുങ്ങൾക്ക് വേറൊരു കാര്യം അറിയണ്ട, എന്താ ചെയ്യുക? അങ്ങനെ മൂപ്പര് പറഞ്ഞു, ഞാനേ ഒരാൾക്ക് വേണ്ടി പണി ചെയ്യുക, അയാൾ പൈസ തരാൻ കുറെ കഴിയും, 10 ദിവസം കഴിഞ്ഞിട്ടേ പൈസ എടുത്തോളൂ. അയാളുടെ പൈസ ചോദിക്കാനും വയ്യ, അയാൾ വലിയ ആളായിരുന്നു. എന്നൊക്കെ മൂപ്പര് പെണ്ണുങ്ങളോട് ഇങ്ങനെ സ്വകാര്യമൊക്കെ പറഞ്ഞു. അമലുലി ഷഖ്സിൻ അമലൻ കാലത്ത് വഅൈനൽ ഉജ്റത്തു, എന്നിട്ട് ജോലി ചെയ്തിട്ട് എന്തേ കൂലി? പൈസ ഒന്നുമില്ല, എന്തേ കാല. അപ്പൊ ഹബീബുല്ലാഹി പറഞ്ഞു, അല്ലദീ അമലു ലഹു, ഞാൻ ജോലി ചെയ്യുന്ന മുതലാളിയെ ഭയങ്കര മാന്യനാണ്, കരീമുൻ. ഇസ്തഹയ്യൈതു അൻ അത്ലുബ മിൻഹുൽ ഉജ്റ, അയാളതിന് പൈസ ചോദിക്കാൻ വലിയ പാടാണ്, എനിക്ക് നാണാവുന്നു, അതുകൊണ്ട് ചോദിക്കാത്ത. അയാൾ അറിഞ്ഞു തരും എപ്പോഴും. ഇല്ലാന്നീന ദഫത്തും വായ, ചിലപ്പോ എല്ലാം കൂടെ 1 മാസം ശമ്പളമായിട്ടും കിട്ടൂടെ, നീ പേടിക്കാതിരിന്നൊക്കെ പറഞ്ഞു പെണ്ണുങ്ങളോട്. എന്ത് പെണ്ണുങ്ങൾക്ക് എന്ത്? ഇപ്പൊ സമയത്തു ഞാൻ കേട്ടു, അന്നഹു യുഅ്ത, അയാള് ശമ്പളം കൊടുക്കുന്നതേ ഫീ കുല്ലി അശറത്തെ, ഞാൻ 10 ദിവസം കൂടുമ്പോൾ അയാൾ ശമ്പളം കൊടുക്കത്തു. അങ്ങനെ മൂപ്പരങ്ങനെ പോകും. 10 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ കദാലിക കാണ എത്തറദ്ദുല സൗമ്യത്തി, മൂപ്പരുടെ ഇബാദത്തിന്റെ സ്ഥലത്തിലേക്ക് മൂപ്പരങ്ങ് പോകും. അവിടെ പോയിരിക്കും. വൈകുന്നേരം ഇരിക്കും, രാത്രി വീട്ടിൽ വരും, പിന്നെ രാവിലെ ഇറങ്ങി പോകും. 10 ദിവസമായി. ഇനിയിപ്പെന്ത് ചെയ്യും? വഖഅഫിൽ യൗമിൽ ആശിരി ബഅദ ളുഹർ, ളുഹറിന് ശേഷം മഹാനവറുകൾ ഇങ്ങനെ ചിന്തിക്കുക. ഫീ ബാലി അനഫി ഹാദിഹിൽ ലൈല ബിഅയ്യി ഷൈഇൻ അദ്ഹബു ഇലൽ ബൈത്ത്, പഠിച്ചോനെ എന്തും കൊണ്ട് അങ്ങോട്ട് പോകുന്ന 10 ദിവസം ആയല്ലോ. പെണ്ണുങ്ങൾ പിടിച്ച് ഭിത്തിയിൽ തേക്കുവാ നമ്മളെ. അപ്പൊ മാതാ അഖൂലു ലഹും, ഞാൻ എന്താ അവരോട് പോയി പറയുന്നത്? എന്ത് പറയും പഠിച്ചോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കാണ്. കൈഫ അഅ്തദിറു ലദൈഹിം, എന്ത് ഉദറ അവരോട് പറയാ. വറഖ ഫീ ബഹരിൽ ഫിക്ർ, അങ്ങനെ ചിന്തയിലങ്ങ് ആണ്ടുപോയി. മുതവജ്ജിഹൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തവജ്ജുഹായി നേരിട്ട് ചിന്തയിലാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഇവിടെ വീട്ടിൽ വേറെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
ഇത് ജാഅ ഫീ തിൽക ടൈമിൽ വന്നു ജമാഅത്തുൻ കുറെ ആൾക്കാർ ഇല ബാബി ദാരിഹി മഹാനവറുകളുടെ വീട്ടിലേക്ക് വന്നു. മഅ കുല്ലി വാഹിദിൻ എല്ലാ ഓരോരുത്തരോട് കൂടെ ഉണ്ട് ഷൈഉം മിൻ അസ്ബാബിൻ നഫഖത്തി വീട്ടിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്, സാമഗ്രികളെല്ലാം ഉണ്ട്, ചെലവിനുള്ളത്. മിനദ്ദഖീഖി വല്ലഹമി വസ്സംനി വൽ അസലി മാവിന്റെ പൊടി, അരിപ്പൊടി, മാംസം, നെയ്യ്, തേന്, ചക്കര, പഞ്ചാര, കമാലാബുദ്ധമെന്നു എല്ലാം ഉണ്ട്. തേയില സർവ്വതുണ്ട്. വയുഹ്താജു ഇലൈഹി മിൻ ജിഹത്തിൽ മആസിലേക്ക് ഏതെല്ലാം ആവശ്യമുണ്ട്, ഉപ്പും മുളകും മഞ്ഞളും എന്ന് പറയേണ്ട എല്ലാം അങ്ങനെ വന്നു. മഅഹും അവരോട് കൂടെ ഉണ്ട് ഷാബുൻ സബീഹുൽ വജ്ഹ് നല്ല മുഖം ഭംഗിയായ ഒരു യുവാവും ഉണ്ട്. കന്ന വജ്ഹുൽ ഖമർ എന്താ അയാളെ മുഖം. മഅഹു അയാളോട് കൂടെ ഉണ്ട് സുറത്തുൻ ഒരു പേഴ്സും ഉണ്ട്. മിനദ്ദറാഹിമി വദഖൽ ബാബ് അയാൾ വന്നിട്ട് വാതിൽ മുട്ടി. ഫജാഅത്തിൽ മർഅതു ഫജാഅ ഇംറഅത്തുൽ ഹബീബ് ഹബീബുൽ അജ്മിയുടെ പെണ്ണുങ്ങൾ വന്നു. ഇലൽ ബാബ് ഫഖാല ലഹ ശബ് അങ്ങനെ യുവാവ് പറഞ്ഞു ബഅസ ലക്കും ഹാദിഹിൽ അശ്യാ ഈ സംഗതി നിങ്ങളിലേക്ക് അയച്ചു തന്നതാണ്, നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുതരാൻ പറഞ്ഞതാണ്. അൽ കരീമു ഒരു മാന്യൻ, അല്ലദീ യഅമലു ലഹു അയാൾക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹബീബുൽ അജ്മി എന്ന് പറയുന്ന നിങ്ങളെ ഭർത്താവ്. കുല്ലയൂമി യഖൂൽ എന്നിട്ട് അയാൾ പറയുകയും ചെയ്തു കൂലി നിങ്ങളെ ഭർത്താവ് വരുമ്പം പറയണം ലി ഹബീബിൻ സിദ് അന്ത ഫിൽ അമൽ നിങ്ങൾ നല്ലോണം ജോലി ചെയ്യും, നല്ല ഡ്യൂട്ടി അടിക്കും. വനഹ്നു നസീദു ലക ഫിൽ ഉജ്റ കൂലിയിൽ നിങ്ങൾക്ക് കൂടുതലാക്കി തരാമെന്ന് പറഞ്ഞേക്കി. വകുല്ലമാ തസീദു നിങ്ങൾ കൂടുതലാക്കുമ്പോഴെല്ലാം നസീദു ഞമ്മളും കൂടുതലാക്കും എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ വഹത്തു അവരെല്ലാം അഴിച്ചു വെച്ചു. അഹ്മാലഹും അവർ കൊണ്ടുവന്ന പാണ്ഡവും സാധനവും എല്ലാം അവിടെ വെച്ചു. മല്ലവും അവരങ്ങനെ കഴിഞ്ഞു പോവുകയും ചെയ്തു. അവരങ്ങനെ അങ്ങ് കഴിഞ്ഞുപോയി. സുമ്മ ഹബീബൻ പിന്നെ മഹാന ഇതൊന്നും ഹബീബുൽ അജ്മി അറിയുന്നില്ല. അവിടെ ഇങ്ങനെ ഇരിക്കുക. എവിടെ ആ വിവാഹത്തിന്റെ സ്ഥലത്ത് മൂപ്പര റിയാദയുടെ റൂമിൽ. സുമ്മ ഹബീബൻ സബറ ഫി സൗമിയ ഇല അൻ ജന്ന അലൈഹിൽ രാത്രിയായി. ഫഖാമ എന്നിട്ട് എഴുന്നേറ്റു. മുത്തഫക്കിറൻ ചിന്തിച്ചിട്ട്, ഖജിലൻ നാണിച്ചിട്ടും എന്തു ചെയ്യും. ഫഖസദൽ ബൈത്ത് അങ്ങനെ വീട്ടിലേക്ക് പോയി. യുഖദ്ദിം പോകാൻ ഒരുങ്ങി. യുഖദ്ദിമു രിജലൻ അങ്ങോട്ട് ഒരു കാലം വെക്കും, പിന്നെ ഇങ്ങോട്ട് ബന്ധു. ഖായിലൻ ഫീ നഫ്സി സ്വന്തം പറയാം മാതാ അഖൂലുൽ അഹ്ലി എന്തോ പറയും വീട്ടിൽ പെണ്ണുങ്ങളടുത്ത്. കൈഫ അയത്തതിൽ എന്തോകും എന്താ പറയാൻ എന്തോ എതിർ പറയും, എന്ത് പ്രതി എന്താ പറയാം. അങ്ങനെ ഫലമ്മ ബലഗ മഹാനവറുകൾ എന്തായാലും അവിടെ എത്തി. ബാബൽ ബൈത്ത് ഇഷ്ടമ്മ വീട്ടിനടുത്തെത്തിയപ്പോ നല്ല മണം വരുന്നതാ വീട്ടിൽ നിന്ന്. മിനദ്ദാഖിലി റായിഹത്ത തആം അൽ മത്ബൂഖ് കണ്ട മത്ബൂഖായ നല്ല പുഴുങ്ങപ്പെട്ട നല്ല ഇറച്ചിയൊക്കെ വേവിക്കുന്ന മണം വരുന്നുണ്ട്. ഫദഖൽ ബാബ അങ്ങനെ വീട് മുട്ടി.